ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാഡ്ജാണ്. ബാഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ഈ മെയിൻ ആൾക്കാരൊക്കെ ഇങ്ങനെ ഡ്രസ്സിൽ ഇങ്ങനെ കുത്തിയിട്ട് നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു റൗണ്ട് ഷേപ്പിൽ, അതാണ്. അതിന് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. നോർമലി മഞ്ഞ, ചുവപ്പ് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ റൗണ്ടിന് വേണ്ടിയിട്ട് ഗ്രീനും അതിൻ്റെ വാലിന് വേണ്ടിയിട്ട് റെഡുമാണ് എടുത്തേക്കുന്നത്. അതിൽ ഈ വലിപ്പം, ഈ ഗ്രീൻ റൗണ്ട് ഇല്ലേ, അതിൻ്റെ വലിപ്പവും നമുക്ക് ഇതൊന്നും കുറച്ചുകൂടെ ആക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു മിനിയേച്ചർ ഫോം കാണിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, വാലെടുത്തിട്ട് അതിൻ്റെ തുമ്പ് ദേ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. എന്നിട്ട് ഈ ഗമ്മെടുത്ത് അതിനെ അതിൻ്റെ താഴ്ഭാഗത്ത് ഒട്ടിക്കേണ്ടത്. അതിന് മുമ്പേ ഇപ്പോൾ ഫങ്ഷൻസ് എന്തെങ്കിലും ആണെങ്കിൽ എന്ത് ഫങ്ഷനാണ് എന്നുള്ളതാണ് നമ്മൾ ഈ റൗണ്ടിനകത്ത് എഴുതേണ്ടത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്താണ്, എന്തിൻ്റെങ്കിലും ഉദ്ഘാടനമാണെങ്കിൽ, ഇപ്പോൾ കുടുംബശ്രീയുടെ ഉദ്ഘാടനമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിനകത്ത് അങ്ങനെ എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 2024-25 എന്നെഴുതാം. ഇനി ഈ റൗണ്ട് ഞാനിപ്പോൾ ഒരു ഒറ്റ ലെയറേ എടുത്തോളൂ. കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ഒരു ലെയറും കൂടെ ഒട്ടിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വരുമാന മാർഗ്ഗം കൂടെയാണ് സത്യത്തിൽ. ഇതുപോലെ വലുതായിട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് കൊടുക്കാം. കണ്ടോ, മനസ്സിലായോ എങ്ങനെയാന്ന്?